നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया। आतंकियों के आकाओं के घर में जाकर के പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. പ്രധാനപ്പെട്ട സമ്മേളനമെന്നും ക്രിയാത്മക ചർച്ചകൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടമെന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു എന്നും പ്രധാനമന്ത്രി. നക്സൽ മുക്ത ഇന്ത്യ ലക്ഷ്യമെന്നും മോദി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ സ്കൂളിൽ വൻ പ്രതിഷേധം. സ്കൂളിനുള്ളിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം. അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. മിഥുന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് മറുപടി നൽകും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-മാരുടെ നിയമനത്തിൽ ഗവർണർ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. ഗവർണർ ഉന്നയിക്കുക താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടങ്ങൾ ബാധകമല്ല എന്ന വിധിയിലെ പരാമർശം. കേരള സർവകലാശാലയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ VC. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പിന്നോട്ടില്ല. അതുല്യയുടെ ദുരൂഹമരണം അന്വേഷിക്കാൻ 8-അംഗ സംഘം. ഭർത്താവ് സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കും. ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു. സുഹൃത്ത് കസ്റ്റഡിയിൽ. തൃശൂർ പുതുക്കാട് തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. നിമിഷപ്രിയയുടെ മോചനത്തിൽ മധ്യസ്ഥത എന്ന പേരിൽ സാമുവൽ ജെറോം പണം കവരുന്നു എന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി. മോചന നടപടിയിൽ സാമുവൽ ജെറോം സമീപിച്ചിട്ടില്ല എന്നും തലാലിന്റെ സഹോദരൻ. ദിയാധനം സ്വീകരിക്കാൻ കുടുംബം സമ്മതിച്ചാൽ ഫണ്ട് സമാഹരണം ഉടൻ തുടങ്ങാമെന്ന് കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം ചാണ്ടി ഉമ്മൻ. മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് കോടതി. വിധി വരുന്നത് സംഭവം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്കും ആദരാഞ്ജലി അർപ്പിച്ചാണ് ലോക്സഭാ നടപടികൾ ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, അഹമ്മദാബാദ് വിമാന ദുരന്തമടക്കം രാജ്യം നേരിട്ട നിർണായക വിഷയങ്ങളിൽ ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ചോദ്യോത്തരവേള നിർത്തിവെച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. വർഷകാല സമ്മേളനം പ്രധാനപ്പെട്ടതാണെന്നും പുതുമയുടെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവും നിയന്ത്രിക്കാനായി എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ സൈനിക ശക്തി ലോകം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അറിഞ്ഞു. ഭാരതത്തിന്റെ സൈന്യം 100% ലക്ഷ്യം നേടി. ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ പതാക ഉയർന്നു. അത് അഭിമാനകരമെന്ന് പറഞ്ഞ മോദി ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ചു. मॉनसून सत्र एक विजयोत्सव है। पूरी दुनिया ने भारत की सैन्य शक्ति का, भारत के सैन्य के सामर्थ्य का रूप देखा है। ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया। आतंकियों के आकाओं के घर में जाकर के 22 मिनट के भीतर ऑपरेशन सिंदूर के तहत उसको जमींदोज कर दिया गया। और मैंने बिहार की एक कार्यक्रम में इसकी घोषणा की थी।
രാജ്യസഭയിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. സി സദാനന്ദൻ മാസ്റ്റർ മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ഉജ്വൽ നിഗം, മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ ശൃംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. As master or Mashai, he has emerged as a guiding light against ideological extremism and has been an inspiration through his contributions to education, public life and intellectual discourse. Shri C. Sadanandan Master. ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. നിലവിൽ ഈ കെട്ടിടങ്ങളിൽ ക്ലാസ് മുറികളില്ലെങ്കിലും സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കാണ് ഈ കെട്ടിടങ്ങൾ ഭീഷണിയാകുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ നാട്ടുകാരും PTA-യും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. വർഷത്തോളം പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക്. മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പാറയുപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന സ്ഥിതിയിലുമാണ്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾ ഈ തകർന്നു വീഴാറായ കെട്ടിടത്തിന് സമീപമാണ് കൂട്ടം കൂടി നിൽക്കാറുള്ളത്. കുഞ്ഞു കുട്ടികളിവിടെ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ വരുന്നൊരു സ്ഥലമായത്. ഒരു ചുറ്റുമതിൽ പോലും കെട്ടാത്തൊരു കിണർ, ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിങ്. അവർ മഴ പെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഇത് വളരെ അപകടകരാവസ്ഥയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇത് നല്ല രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് പരാതികൾ നമ്മൾ സർക്കാർ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, യാതൊരു പ്രവർത്തനങ്ങളും ഇതിന്റെ മേൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ലാസ് മുറികൾ ഈ കെട്ടിടങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഉപയോഗശൂന്യമായ ഈ ഭാഗങ്ങൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ക്ലാസുകൾ നടക്കാറുള്ള കെട്ടിടത്തിന് സമീപവും തകർന്നു വീഴാറായ കെട്ടിടമുണ്ട്. നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത്. കെട്ടിടത്തിൽ 100 കണക്കിന് കുട്ടികൾ നിത്യേന വന്നു പോകുന്നതാണ്. ആ കുട്ടികളൊക്കെ തന്നെയും കളിക്കാനും മറ്റവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടവും അതിന്റെ പരിസരവുമാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഇത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷവും നിലംപതിക്കാറായ ഒരു ബിൽഡിങ്, അതുമൂലം ഉണ്ടാകുന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാവുന്നവർക്ക് ഒരുപാട് അപ്പുറമായിരിക്കും. സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും നിരവധി തവണ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കുട്ടികൾക്ക് അപകട ഭീഷണിയായ ഈ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ കയ്യാങ്കളി. CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സ്കൂൾ മുറ്റത്ത് ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. സ്കൂളിലേക്ക് പ്രതിഷേധവുമായി BJP-യും രംഗത്തെത്തി. സ്കൂൾ മുറ്റത്ത് കുത്തിയിരുന്ന് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ സാഹചര്യത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം ഇന്നു മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കറണ്ട് ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങാതിരുന്നത്. എന്നാൽ താൽക്കാലികമായി ഒരു ലൈൻ വലിച്ചുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങാനായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് ആരംഭിച്ചത്. എന്നാൽ സംഭവത്തിൽ പ്രതിഷേധവുമായി BJP, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ രംഗത്തെത്തി. CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സ്കൂൾ മുറ്റത്ത് ഏറ്റുമുട്ടി. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറി. തുടർന്ന് CPM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിൽ ക്ലാസ് ആരംഭിച്ചു എന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുതിയ കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു.
അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശവുമായി CPM പ്രവർത്തകനായ പഞ്ചായത്ത് മെമ്പർ രംഗത്തെത്തി. തുടർന്ന് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇയാളുടെ നേതൃത്വത്തിൽ ഇറക്കിവിട്ടു. CPM പ്രവർത്തകൻ നിബുവാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശവുമായി എത്തിയത്. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിൽ ക്ലാസ് ആരംഭിച്ചുവെന്നാരോപിച്ച് പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. അമൃത ന്യൂസ്, ആലപ്പുഴ. മിഥുന്റെ മരണത്തിൽ സ്കൂൾ ജീവനക്കാരുടെയും PTA-യുടെയും യോഗം ചേർന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് മിഥുന്റെ കുടുംബത്തിന് കൈമാറും. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിശദീകരണ റിപ്പോർട്ടും കൈമാറും. വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം സ്കൂളിൽ പരിശോധന നടത്തി. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കാനാണ് സാധ്യത. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തും. നിലവിലെയും മുൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെയും KCB ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാക്കും. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും. അതേസമയം സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സ്കൂളിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാളെ ഇപ്പം 2 സ്കൂളിലും അധ്യയനം ആരംഭിക്കുന്നുണ്ട്. രാവിലെ ഉച്ചവരെ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ചൈൽഡ് ലൈനിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് നടക്കും. അത് ഏകദേശം 2 ദിവസം ഉണ്ടാകുമെന്നാണ് അതിൻ്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പിന്നെ നിമിഷപ്രിയയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടർന്നു. കേസിൽ സാമുവൽ ജെറോമിന്റെ അവകാശവാദങ്ങൾ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി. സാമുവലിനെതിരെ മഹദി ഗുരുതര ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. കേസിൽ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുവൽ ജെറോം മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ അദ്ദേഹം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു. മാത്രമല്ല, സാമുവൽ ഈ കേസിൽ ഇതുവരെ കാര്യമായി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ഇന്നേ വരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും തങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നും മഹദി പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഇക്കാര്യത്തിൽ എല്ലാവർക്കും പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മർക്കസിലെത്തി കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. അദ്ദേഹം അത് കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ്, അങ്ങനെ ഒരു ഉമർ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പം തന്നെ തെളിഞ്ഞു വന്നു. അപ്പം തന്നെ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം പലരും ആൾക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം, സുപ്രീം കോടതി ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേഷന് ഫലമുണ്ടായി. നിങ്ങൾക്ക് ഒറ്റ ദിവസം ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നില്ലേ? അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു എഫേർട്ടിനെ അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-മാരുടെ നിയമനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടങ്ങൾ ബാധകമല്ല എന്ന വിധിയിലെ പരാമർശമാണ് ഗവർണർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. അതേസമയം 2 സർവകലാശാലകളിലെയും VC-മാരെ നിയമിക്കാനുള്ള പട്ടിക സർക്കാർ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC-മാരുടെ നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം കേരള യൂണിവേഴ്സിറ്റിയിൽ സമാധാന അന്തരീക്ഷമൊരുക്കണമെന്നാവശ്യപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. BJP സിൻഡിക്കേറ്റ് അംഗം S. ഗോപകുമാറാണ് കോടതിയെ സമീപിച്ചത്. ഈ മാസം 27-ന് സിൻഡിക്കേറ്റ് ചേർന്ന് 2 മാസം പൂർത്തിയാകാനിരിക്കെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉയർത്തിയിട്ടുണ്ട്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കം എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി ബോംബെ ഹൈക്കോടതി. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കാണിച്ച് പ്രതികളായ 12 പേരുടെയും കേസ് റദ്ദാക്കി വെറുതെ വിട്ടു. 12 പ്രതികളിൽ 5 പേർക്ക് വധശിക്ഷയും ബാക്കിയുള്ള 7 പേർക്ക് ജീവപര്യന്തം തടവുമായിരുന്നു വിധിച്ചിരുന്നത്. 180-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്ന 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വന്നത്. ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം C. ചന്ദക് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. പാട്ടുങ്കയ്ക്കും മീര റോഡ് റെയിൽവേ സ്റ്റേഷനുകൾക്കും ഇടയിൽ ഓടുന്ന ട്രെയിനുകളിലാണ് സ്ഫോടനങ്ങൾ നടന്നത്.
വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പരാമർശ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി VN വാസവൻ. CPMന്റേത് മതനിരപേക്ഷ നിലപാടാണ്. 4 വോട്ടിനോ സീറ്റിനോ വേണ്ടി നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല CPM. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ താൻ വേദി വിട്ട ശേഷമായിരുന്നു. മതസ്പർദ്ധ വളർത്തുന്നതോ വർഗീയ വിദ്വേഷം പടർത്തുന്നതോ ആയ പരാമർശങ്ങൾ ആര് നടത്തിയാലും അംഗീകരിക്കാനാകില്ല. നിമിഷപ്രിയ വിഷയത്തിൽ നടത്തിയ ഇടപെടലിന് കാന്തപുരത്തെ അഭിനന്ദിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് താനെന്നും വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ശക്തിയായി അദ്ദേഹം വിമർശിച്ചിരുന്നു. ഞങ്ങൾ വേദിയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. കോട്ടയത്ത് നമ്മുടെ തങ്കു ബ്രദറിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ടു എന്ന് ഓർക്കുന്നില്ലേ? ജഗുമാറിനറിയാം, നിങ്ങൾ പുതിയ പത്രപ്രവർത്തകർക്ക് അറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലുള്ള CPM പ്രസ്താവന ആകാശത്തേക്കുള്ള വെടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPMന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും VD സതീശൻ കണ്ണൂരിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ്, CPMന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 23-ാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം LDFന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ CPMനും അത് കൈമാറ്റം ചെയ്തു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശിനി അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും. മകളുടെ മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഷാർജയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ നീക്കം. അതേസമയം അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ദുബായിലെ കമ്പനി ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്ന അതുല്യയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ ചവറ പോലീസ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൊലക്കുറ്റം, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. കുടുംബം സമർപ്പിച്ച ദൃശ്യങ്ങളിൽ അതുല്യയ്ക്ക് ക്രൂരമർദ്ദനമേറ്റതായി തെളിഞ്ഞിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ മേൽനോട്ടത്തിൽ 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. അതുല്യയുടെ കുടുംബത്തിന്റെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തും. കൂടാതെ പ്രതി സതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടിയും ആരംഭിച്ചു. ആവശ്യമെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും തീരുമാനമുണ്ട്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അതുല്യയുടെ കുടുംബം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെയും ഷാർജ പോലീസിനെയും സമീപിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ നിലനിൽക്കെ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുരൂഹ മരണമായതിനാൽ കൊലപാതകമാണോ എന്നറിയുന്നതിൽ പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ കേസിൽ നിർണായകമാണ്. അതേസമയം അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ദുബായിലെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിരുന്നു സതീഷ്. 1 വർഷം മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റ വീഡിയോകളും പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ആലുവയിൽ ലോഡ്ജിൽ യുവതിയെ ആൺസുഹൃത്ത് ഷോൾ മുറുക്കി കൊലപ്പെടുത്തി. പ്രതി നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. വിവാഹം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആലുവ തോട്ടുങ്കൽ ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 1 വർഷത്തിലധികമായി അഖിലയും ബിനുവും അടുപ്പത്തിലായിരുന്നു. ഇന്നലെ രാത്രി 8:30യോടെ ഇരുവരും ലോഡ്ജിലെത്തുകയും ബിനു മദ്യപിക്കുകയും ചെയ്തു. മദ്യപാനത്തിനിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില ആവശ്യപ്പെട്ടു. മുൻപ് പലതവണ തന്റെ വീടിന്റെ പരിസരത്തെത്തി വിവാഹകാര്യം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ അഖില തന്നെ അപമാനിച്ചിരുന്നതായി ബിനു പറഞ്ഞു. ഇന്നലെ വീണ്ടും വിവാഹകാര്യം പറഞ്ഞതോടെ ഇയാൾ പ്രകോപിതനാവുകയായിരുന്നു. തുടർന്ന് തർക്കമുണ്ടാവുകയും ബിനു അഖിലയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ലോഡ്ജ് മുറിയുടെ ബാത്റൂമിനോട് ചേർന്നാണ് മൃതദേഹം കിടന്നിരുന്നത്. അഖില ബോധരഹിതയായി വീണതോടെ ബിനു സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തു. സുഹൃത്തുക്കളാണ് വിവരം പോലീസിൽ അറിയിച്ചത്. അഖിലയുടെ സഹോദരൻ ആലുവയിൽ എത്തിയിട്ടുണ്ട്. അഖില നേരത്തെ വാഴക്കുളത്തെ ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു. മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ബിനു. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആമ്പല്ലൂർ അളഗപ്പ നഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് വാങ്ങിയതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ടച്ചിങ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ്
യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിതാന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ ഇന്നും പ്രതിഷേധം. RTO ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യുവജന സംഘടനകളെ പോലീസ് തടഞ്ഞു. SFI, DYFI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് RTO ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വയസ്സുകാരിയ മകൾക്കെതിരെ ലൈംഗിക അതിക്രമം. അഭിഭാഷകനായ അച്ഛൻ പിടിയിൽ. പേരാമംഗലം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കാലങ്ങളായി ഇയാൾ മകളെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു. വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. പ്രതിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കും. കേസ് അന്തിക്കാട് പോലീസിന് കൈമാറും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ട് എന്ന പരാതിയിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരനായ വാടാനപ്പള്ളി സ്വദേശിയും INTUC യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ A മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ ഹാജരായാണ് മൊഴി നൽകുന്നത്. പുലിപ്പല്ല് മാല ധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹാഷിം പരാതി നൽകിയിരുന്നത്. ഈ പരാതി പിന്നീട് വനം വകുപ്പിന് കൈമാറുകയായിരുന്നു. സുരേഷ് ഗോപി ചെയ്തത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് പരാതിയിൽ ആരോപിക്കുന്നു. പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചു എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നും നിയമം സംരക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ സുരേഷ് ഗോപിയുടെ നിയമലംഘനം ഭരണഘടനാ ലംഘനവും ഗുരുതരമായ കൃത്യവിലോപവുമാണെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ പണം നൽകിയതിനെതിരെ വിമർശനം ഉന്നയിച്ച CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരന് മറുപടിയുമായി ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശശികല. അമ്പലക്കാർ ചോദിച്ചാൽ സർക്കാർ പണം കൊടുത്തേ പറ്റൂ. അത് ദാനമോ ഭിക്ഷയോ അല്ല, അവരുടെ അവകാശമാണ്. ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ക്ഷേത്രങ്ങൾക്ക് നൽകാനുള്ള നിയമപരമായ ബാധ്യതയാണത്. ഇതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. പള്ളിയും പള്ളിക്കൂടവും തിരിച്ചറിയില്ലെന്നും ശശികല പരിഹസിച്ചു. അമ്പലക്കാർ ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. അത് ദാനമല്ല, അത് ഭിക്ഷയല്ല, അത് അവരുടെ അവകാശമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ക്ഷേത്രങ്ങൾക്ക് നൽകാനുള്ള നിയമാനുസൃത ബാധ്യത, ഇവിടുത്തെ കോടതികൾ അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിയമാനുസൃത ബാധ്യതയുണ്ട്. ഇത് സർക്കാരിന്റെ കയ്യിലുള്ള റവന്യൂ ഭൂമിയുടെ 1/3 ഭാഗവും ക്ഷേത്രത്തിൻ്റെതാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ബ്രിട്ടനിൽ നിന്നുള്ള 14 വിദഗ്ധ സംഘം എത്തിയാണ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ മറ്റ് പണികൾ പൂർത്തിയാക്കിയത്. ഇന്ന് വിമാനം ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കും. അറബിക്കടലിൽ ബ്രിട്ടീഷ് സേനയുടെ സൈനികാഭ്യാസത്തിനെത്തിയ വിമാനം കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. ലാൻഡിങ്ങിനിടയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ പറ്റുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ സംഘം ഇന്ന് വൈകിട്ടോടെ തിരികെ പോകും. അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെ തുടർന്ന് സംയുക്ത സമരസമിതിയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കി ഉയർത്തുക, 140 കിലോമീറ്ററിന് മുകളിൽ പെർമിറ്റ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി സംസ്ഥാനത്ത് അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ഈ മാസം 7-ാം തീയതി ബസ് ഉടമകൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. തുടർന്ന് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ആദ്യ ചർച്ചയിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്നും പിന്മാറി. മറ്റു സംഘടനകളുമായാണ് ഇന്ന് വൈകിട്ട് 4:30 മന്ത്രി KB ഗണേഷ് കുമാർ ചർച്ച നടത്തുന്നത്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. വിദ്യാർത്ഥികൾ 90% കയറുന്നത് സ്വകാര്യ ബസ്സുകളിലായതിനാൽ വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന നിലപാടിലാണ് ബസ് ഉടമകൾ. ഇക്കാര്യം വിദ്യാർത്ഥി സംഘടനകളുമായി ഗതാഗത സെക്രട്ടറി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നും പെർമിറ്റ് പുതുക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി തീരുമാനിക്കാമെന്നുമാണ് മന്ത്രി KB ഗണേഷ് കുമാർ ബസ് ഉടമകളെ അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ചെമ്മാപ്പള്ളിയിൽ പുഴയിൽ സ്ത്രീയുടെ മൃതദേഹം. ചെമ്മാപ്പള്ളി കടവിന് കിഴക്കുവശമാണ് അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മരത്തിൽ തടഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് നിഗമനം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന് പ്രതിസന്ധിയായി താരങ്ങളുടെ പരിക്ക്. വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനും പേസർ അർഷ്ദീപ് സിംഗിനും മറ്റൊരു പേസറായ ആകാശ് ദീപിനും നിധീഷിനും പരിക്കേറ്റതാണ് ടീമിന് തിരിച്ചടിയാകുന്നത്. അർഷ്ദീപിന് പകരം യുവ പേസർ അൻഷുൽ കാംബോജിനോട് ടീമിനൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച മാഞ്ചസ്റ്ററിലാണ് 4ാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 പിന്നിലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.